അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, നമ്മൾ സംസാരിക്കുന്നത് ഇൻഷാ അല്ലാഹ് യൂണിറ്റ് 2 അഹാദീസു മുഖ്താറ, സെലക്റ്റഡ് ഹദീസുകൾ. ഹദീസ് നബിസ്വല്ലല്ലാഹു വാക്ക്, പ്രവൃത്തി, അംഗീകാരം, ഇതിനാണ് സാധാരണ ഹദീസ് എന്ന് പരാമർശിക്കുക. അപ്പോൾ അതിൽ ക്രോഡീകരിക്കപ്പെട്ട ഹദീസുകൾ വ്യത്യസ്ത ഗ്രന്ഥങ്ങളിലുണ്ട്. ഏറ്റവും പ്രസിദ്ധമായ സ്വഹീഹായ 6 ഗ്രന്ഥങ്ങളാണ്. അതിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട കുറച്ച് ഹദീസുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഹദീസു ഷരീഫു, എന്താണ് ഈ ഹദീസ് എന്ന് പറഞ്ഞാൽ, പരിശുദ്ധ ഹദീസ് എന്ന് പറഞ്ഞാൽ, ഹുവ അത് അൽ ഖൗലു സാദിറു അനി സ്വാദിഖിൽ മസ്ദൂഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പറ്റി പറഞ്ഞ അസ്വാദിഖുൽ മസ്ദൂഖ് എന്നാണ്. സത്യം പറയുന്നവൻ, സത്യപ്പെടുത്തപ്പെട്ടവൻ, സത്യം മാത്രം, അത് അംഗീകരിക്കപ്പെട്ട കാര്യം പറയുന്നവൻ. അങ്ങനത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉണ്ടാകുന്ന വാക്കുകൾ. ആ പ്രവാചകൻ ആരാണ്? അല്ലദി, എങ്ങനെയുള്ളവൻ? ലാ യൻതിഖു അനിൽ ഹവ, സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കാത്തവൻ. ഇൻ ഹുവ ഇല്ലാ വഹ്യൻ യൂഹ, നിശ്വാസം പറയുന്നതൊക്കെ അത് വഹിയായി ലഭിക്കപ്പെടുന്നതാണ്. വഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് വരുന്ന വെളിപാടായിട്ട്, അള്ളാഹുവിൽ നിന്ന് നൽകുന്ന കാര്യമായിട്ട്, അങ്ങനെ വഹി കൊണ്ട് മാത്രം സംസാരിക്കുന്ന പ്രവാചകനിൽ നിന്നുണ്ടായ സംസാരമാണ് ഹദീസായിട്ട് പരാമർശിക്കപ്പെടുന്നത്. വല്ലദി യുഅദ്ദു, അതും കണക്കാക്കപ്പെട്ടിട്ടുണ്ട്. വല്ലദി യുഅദ്ദു, അദ്ദേഹം അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണപ്പെടുന്നു അഫ്സഹുൽ അറബി ലഹ്ജതൻ, സംസാരത്തിൽ ഏറ്റവും സ്ഫുടമായി സംസാരിക്കുന്നവൻ. വ അബ്ലഗുഹും ഹുജ്ജതൻ, ഏറ്റവും സാഹിത്യത്തോടുകൂടെ പ്രമാണത്തിനനുസരിച്ച് പ്രാമാണികമായി സംസാരിക്കുന്നവൻ. വ ഔജസുഹും ഇബാറത്തൻ, അതേപോലെ അവരിൽ ഏറ്റവും സംക്ഷിപ്തമായി പറയുന്നവൻ, ഏറ്റവും സാഹിത്യ സമ്പുഷ്ടമായി സംസാരിക്കുന്നവൻ, ഏറ്റവും വൈഭവമുള്ളവൻ എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണക്കാക്കപ്പെടുന്ന കാര്യമാണ്. വലിദാ നജിദു, അതുകൊണ്ട് നമുക്ക് കാണാം അൽ മഅ്സൂറ മിൻ ഹദീസിഹി, പ്രവാചകൻ്റെ ഹദീസുകളിലുള്ള ഉദ്ധരിക്കപ്പെട്ട കാര്യങ്ങളൊക്കെയും സഫ്വത്തുൽ ലുഗ, അത് ഭാഷയുടെ സംശുദ്ധമായ സംഗതിയാണ്. യഅ്തി ഫി അഅ്ലാ ദറജാത്തിൽ ബയാനി ബഅദൽ ഖുർആൻ, ഖുർആൻ കഴിഞ്ഞാൽ വിവരണത്തിൻ്റെ ആ ഭാഷാ സാഹിത്യ മേഖലയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് നിൽക്കുന്നതാണ് പ്രവാചകൻ്റെ ഹദീസുകൾ. വൽ ഹദീസു ഫി ഫന്നിൽ ഖൗലി, ഭാഷ, സംസാരം എന്ന ആ ഒരു കലയിലുള്ള വർത്തമാനങ്ങൾ ഹദീസ് നോക്കുമ്പോൾ യംതാസു, വ്യതിരിക്തമാകുന്നുണ്ട്. ബി ഫസാഹത്തിൽ ലഹ്ജ, അതിൻ്റെ ശൈലിയിലെ സാഹിത്യ സമ്പുഷ്ടത. ബലാഗത്തിൽ ഹുജ്ജ വ ഈജാസിൽ ഇബാറ, ആ ഘടനയിലെ വാചകത്തിലെ സംക്ഷിപ്തത, അതേപോലെ അതിൻ്റെ സാഹിത്യ സമ്പുഷ്ടത, ഇതുകൊണ്ടെല്ലാം തന്നെ വഫീഹി മുറാഅത്തുൽ മുഖ്തദൽ ഹാൽ, മാത്രവുമല്ല അത് സന്ദർഭത്തിന് അനുയോജ്യമായിട്ട് പരിഗണിക്കപ്പെടുന്ന കാര്യമായിരിക്കും. വലിദാ തഅതി ദർജതുഹു ഫി മവാസിനിൽ ബയാനി താലിയത്തൽ ദർജത്തിൽ ഖുർആനിൽ കരീം, അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ഥാനം പരിഗണിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ്റെ സ്ഥാനം കഴിഞ്ഞാൽ തൊട്ടു താഴെയായിട്ടാണ് അതിൻ്റെ സ്ഥാനം ബയാനിൽ വരുന്നത്. ബയാൻ എന്നാണ് സാഹിത്യ മേഖലയിൽ വരുന്നത്. ഇന്നൽ ഹദീസ് അന്നബവി, നബിയുടെ ഹദീസ് അല്ലദി യഅതി ദൗറുഹു ബഅദൽ ഖുർആനി, അത് ഖുർആൻ്റെ ശേഷം അതിൻ്റെ റോൾ വരുന്നുണ്ട്. അദാഫ ഇലൽ ലുഗൽ അറബിയ്യ സർവതൻ മിനൽ മആനി, എന്തിൻ്റെ കാര്യത്തിൽ? ആശയങ്ങളെ സമ്പന്നമാക്കി അറബി ഭാഷയിലേക്ക് കൂട്ടിച്ചേർത്ത. വസർവതൻ മിനൽ അസാലീബി, ശൈലിയെ സമ്പന്നമാക്കിയ. വസഹല അൽഫാദൽ അറബിയ്യ, അറബി ലഫ്ദുകളെ ലളിതമാക്കിയ. വഹദ്ദബ അസാലീബഹൽ മുതദാവില വറഖഖഹ, അതോടൊപ്പം അവരുപയോഗിക്കുന്ന ശൈലികൾക്ക് സംസ്കരണം നൽകിയ, അതിനെ ലഘൂകരിച്ച, അതിനെ കടഞ്ഞെടുത്ത, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ അറബി ഭാഷയ്ക്ക് സംഭാവന അർപ്പിച്ച ഖുർആനിനെ കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥാനത്ത് വരുന്നതാണ് ഹദീസ് എന്നുള്ളത്. അമിൻ ഹുന, ഇവിടെ നറ, നമുക്ക് കാണാം, അന്ന കലാമൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സംസാരം ഖദിഷ്തമല അല അസ്നാഫി അദബിയ്യ, വ്യത്യസ്ത സാഹിത്യ ഇനങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അദീദ, ധാരാളം. മിൻ തംസീലാത്ത് ബാരിഅ, വ്യത്യസ്തങ്ങളായ തംസീലുകൾ അതിലുണ്ട്, ഉദാഹരണങ്ങളുണ്ട്. വഹികം അലിയ, ഉന്നതമായ തത്വങ്ങളുണ്ട്. വഅംസാൽ റാഇയ, അത്യാകർഷണീയമായ ഉദാഹരണങ്ങളുണ്ട്. വസായ നാഫിഅ, ഉപകാരമുള്ള സതുപദേശങ്ങളുണ്ട്. ഫകാന മാദ്ദ ഗസീറ, അതുകൊണ്ട് തന്നെ അത് സമ്പന്നമാണ്. ലില്ലുഗ, അറബി ഭാഷയ്ക്ക്. വകുനൂസൻ റഫീഅ, അത് നിധിശേഖരമാണ്. ലിൽ അദബി, സാഹിത്യത്തിന്. ഡിസ്കഷൻ്റെ ഭാഗത്ത് വരുമ്പോൾ അൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായിട്ട് ഹുവ ഖൗലുൻ നബിയ്യി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വ അഫ്ആലുഹു വ തഖാരീറുഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗല്, വാക്ക്. വ അഫ്ആലുഹു, പ്രവാചകൻ്റെ ഫിഅലുകൾ, പ്രവർത്തികൾ.
വതഖാരീറുഹു പ്രവാചകൻ്റെ തഖ്രീർ അംഗീകാരങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഹദീസ്. വാക്കാവാം, ചെയ്തികളാവാം, അംഗീകാരമാവാം. വഹുവൽ മസ്ദറുസാനി അത് രണ്ടാമത്തെ സ്രോതസ്സാണ് ലിശ്ശരീഅത്തിൽ ഇസ്ലാമിയ ഇസ്ലാമിക മതവിജ്ഞാനങ്ങളുടെ രണ്ടാമത്തെ സ്രോതസ്സാണ്. വഹുവ യുഅ്തബറു നമൂദജൻ അലിയൻ അത് ഉന്നതമായൊരു മോഡലായിട്ട് അത് പരിഗണിക്കപ്പെടുന്നു. ആരുടെ? ലിൽ അദബിൽ അറബിയിൽ ക്ലാസിക്കൽ അറബിക് ലിറ്ററേച്ചറിൻ്റെ ഉന്നതമായ ഒരു മാതൃക കൂടിയാണ് പ്രവാചകൻ്റെ ഹദീസുകൾ. വഹുന സിത്തത്തു കുതുബിൻ മഷ്ഹൂറത്തിൻ ഫിൽ ഹദീസി ഇവിടെ ഹദീസിൽ പ്രസിദ്ധമായ 6 ഗ്രന്ഥങ്ങളുണ്ട്. അല്ലത്തി തുഅറഫു ആ 6ഉം ചേർത്തറിയപ്പെടുന്നത് ബിസ്സിഹാഹി സിത്ത അസ്സിഹാഹു സിത്ത എന്ന പേരിലാണ്. ഏതൊക്കെയാണ് 6 വഹിയ അത് സ്വഹീഹുൽ ബുഖാരി വസ്വഹീഹു മുസ്ലിം വസുനനുൻ നസാഇ വസുനനു അബീ ദാവൂദ് വസുനനു തിർമിദി വസുനനു ഇബ്നു മാജാഹ്. ഇതാണ് 6. 2 സ്വഹീഹ് എന്നുള്ള പേരിൽ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹുൽ മുസ്ലിം. മറ്റതൊക്കെ സുനനു എന്ന പേരിലാണ്. സുനനുൻ നസായി, നസായിയുടെ സുനനുകൾ, അബൂദാവൂദിൻ്റെ സുനന്, തിർമിദിയുടെ സുനന്, ഇബ്നു മാജയുടെ സുനൻ എന്ന പേരിൽ 6 ഗ്രന്ഥങ്ങൾ. വമിൻ ഉലമാഇൽ ഹദീസിൽ മഷ്ഹൂരീൻ പ്രസിദ്ധരായ ഹദീസ് പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഒന്ന് അൽ ഇമാം മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി, മൂപ്പരുടെ പേര് മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്നാണ്. വൽ ഇമാം മുസ്ലിം ബിൻ അൽ ഹജ്ജാജ് വൽ ഇമാം അഹ്മദ് ബിൻ ഷുഐബ് അൻ നസായി, നസായിയുടെ പേര് അഹ്മദ് ബിൻ ഷുഐബ്. വൽ ഇമാം അബൂ ദാവൂദ് വൽ ഇമാം അബൂ ഈസ മുഹമ്മദ് അത്തിർമിദി മുഹമ്മദ് ബിൻ മാജഹ് റഹിമഹുമുല്ലാഹു ജമീഅ. ഇതാണ് ഹദീസ് പണ്ഡിതന്മാർ. ഇനി അൽ ഹദീസുൽ അവൽ, ഒന്നാമത്തെ ഹദീസ്. അതിന് മറാത്തിബുദ്ദീൻ മതത്തിൻ്റെ സ്ഥാനങ്ങൾ എന്നാണ് അവിടെ ഹെഡിങ്ങായി കൊടുത്തിട്ടുള്ളത്. അൻ ഉമറ റളിയല്ലാഹു തആല അൻഹു ഖാല. ഉമർ എന്നുള്ള പദം ഗൈറു മുൻസരിഫായാണ്. അൻ ഉമരി എന്ന് വായിക്കൂല, അൻ ഉമറ എന്ന് നമ്മൾ വായിക്കാം. ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ ഹദീസ് സംഭവം ഉദ്ധരിക്കണേ ഉമർ റളിയല്ലാഹു അൻഹുവാണ്. ബൈനമാ നഹ്നു ജുലൂസുൻ ഞങ്ങൾ ഇരിക്കുന്നവരായിരുന്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ദാത്ത യൗമിൻ ഒരു ദിവസം ഇത് ത്വലഅ അലൈന അപ്പോൾ ഞങ്ങളുടെ അടുക്കിലേക്ക് വന്നു. ഇവിടെ ത്വലഅ അല എന്ന് പറഞ്ഞാൽ വന്നു എന്നാണ് അർത്ഥം. ആര് വന്നു? റജുലൻ ഒരു മനുഷ്യൻ. ഷദീദു ബയാദി സിയാബി അയാളെ വസ്ത്രത്തിൻ്റെ വെളുപ്പ് ശക്തമായതാണ്, അഥവാ കഠിന വെളുപ്പന നല്ല വെളുത്ത. ഷദീദു സവാദി ഷഅരി മുടിയുടെ കറുപ്പിൻ്റെ കാഠിന്യവും ശക്തമാണ്. അപ്പോൾ കറുത്ത മുടിയുള്ള സവാദ് കറുപ്പ്. ലാ യുറ അലൈഹി അസറു സഫർ അയാളിൽ യാത്രയുടെ അടയാളങ്ങൾ കാണപ്പെടുന്നില്ല. ലാ യുറ കാണപ്പെടുന്നില്ല അലൈഹി അയാളിൽ അസർ അടയാളം, യാത്രയുടെ യാതൊരു ലക്ഷണവുമില്ല. വലാ യഅരിഫുഹു മിന്ന അഹദുൻ ഞങ്ങളിൽ ആരും അയാളെ അറിയുകയും ഇല്ല. അപ്പോൾ അയാൾ ദൂരത്തുനിന്ന് വരുന്ന ആളല്ല. ദൂരത്തുനിന്ന് വരികയാണെങ്കിൽ ചളി പുരണ്ട് അല്ലെങ്കിൽ യാത്രാ അടയാളങ്ങളൊക്കെ മേലുണ്ടാവും. ഇതൊന്നുമില്ല, നല്ല ശുദ്ധമായ തൂവെള്ള വസ്ത്രധാരിയാണ്. ഹത്ത ജലസ ഇലൻ നബി നേരെ വന്ന് നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നു. ഫഅസ്നദ റുക്ബതൈഹി ഇലാ റുക്ബതൈഹി നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുക്ബയിലേക്ക് അദ്ദേഹത്തിന് 2 റുക്ബയും ചേർത്തു വെച്ചു. അസ്നദ ചേർത്തു വെച്ചു. റുക്ബ എന്ന് പറഞ്ഞാൽ കാൽമുട്ടുകൾ. അപ്പം നബിൻ്റെ അടുക്കൽ കാൽമുട്ടിനോട് ചേർത്തിരുന്നു. എന്നിട്ടോ വവദഅ കഫൈഹി അദ്ദേഹത്തിന് 2 കൈകളും വെച്ചു. അലാ ഫഖ്ദൈഹി അദ്ദേഹത്തിൻ്റെ തൊടയിൽ കൈവച്ചു. വഖാല എന്നിട്ട് പറഞ്ഞു യാ മുഹമ്മദ് ഓ മുഹമ്മദ് അഖ്ബിർനി അനിൽ ഇസ്ലാം എന്താണ് ഇസ്ലാം എന്ന കാര്യം എനിക്ക് അറിയിച്ചു തന്നാലും. ഫഖാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറഞ്ഞു അൽ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻ തശ്ഹദ നീ സാക്ഷ്യം വഹിക്കലാണ്. എന്ത് സാക്ഷ്യം വഹിക്കണം? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി ആരുമില്ലെന്ന്. വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് മുഹമ്മദ് അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ഇസ്ലാം കാര്യം പറഞ്ഞു കൊടുക്കുകയാണ്. ഒന്നാമത്തത് ഇസ്ലാമിൻ്റെ അടിത്തറ തൗഹീദ് ശരിയാവുക, ശിർക്ക് വരാൻ പാടില്ല, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, മറ്റൊന്നിലും പങ്കു ചേർക്കാൻ പാടില്ല, അത് നമ്മൾ പ്രഖ്യാപിക്കണം. അതേപോലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ദൂതനാണ്. ഇതാണ് ഷഹാദത്ത് ചൊല്ലുക, പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത്, സത്യസാക്ഷ്യവാക്യം. പിന്നെ 2 വതുഖീമു സ്വലാഹ് നിസ്കാരം നിലനിർത്തുക, വതുഅ്തി സകാത്ത് സകാത്ത് നൽകുക, തുഅ്തി നൽകുക, വതസൂമ റമളാന റമളാനിൽ നോമ്പെടുക്കുക, തസൂമ സൗമെടുക്കുക, വതഹുജ്ജൽ ബൈത കഅബങ്കിൽ പോയി ഹജ്ജ് ചെയ്യുക, അൽ ബൈത്ത് ഉദ്ദേശം കഅബ,
അവിടെ പോയി ഹജ്ജ് ചെയ്യുക. ഇനിസ്തതഅത ഇലൈഹി സബീല, നിനക്കതിന് സാധിക്കുമെങ്കിൽ. ഇസ്തതഅത്ത് സാധിക്കുക. അപ്പോൾ സാധിക്കുക എന്നുള്ള കാര്യമൊക്കെ ഫിഖ്ഹിലും മറ്റൊക്കെ കുറേ ചർച്ച ചെയ്യുന്ന കാര്യമാണ്, അവർക്ക് നമ്മൾ പോണില്ല. ഖാല, അപ്പോൾ ഇയാൾ പറഞ്ഞു, വന്ന ആൾ പറഞ്ഞു, സദഖ്ത, നിങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞു. ഫഅജിബ്ന, ഞങ്ങൾ അത്ഭുതപ്പെട്ടു, ലഹു, ഇയാളെ കാര്യത്തിൽ. കാരണം യസ് അലുഹു, ഇയാളെന്നെ ചോദിക്കുന്നു, വയുസദ്ദിഖുഹു, ശരിയാണെന്ന് ഇയാളെന്നെ ഉറപ്പ് പറയുന്നത്. അപ്പോൾ ചോദിച്ച ആൾ അറിയാൻ വേണ്ടി ചോദിക്കല, അതിനേക്കാൾ വിവരമുള്ള ആളാണ്. അതുകൊണ്ടാണല്ലോ ശരിയാണ് പറഞ്ഞതെന്ന് അംഗീകരിക്കുന്നുണ്ട്. ഖാല, എന്നിട്ട് ഈ വന്ന ആൾ ഫഅഖ്ബിർനി അനിൽ ഈമാൻ, എന്താണ് വിശ്വാസ കാര്യങ്ങൾ എന്ന് പറഞ്ഞെന്നാലും. ഖാല, നബി പറഞ്ഞു കൊടുത്തു, അൻ തുഅ്മിന ബില്ലാഹ്, അള്ളാഹുൽ വിശ്വസിക്കണം, മലായിക്കത്തിഹി, അവൻ്റെ മലക്കിൽ, വകുതുബിഹി, അവൻ്റെ ഗ്രന്ഥങ്ങളിൽ, വേദഗ്രന്ഥങ്ങളിൽ, വറുസുലിഹി, അവൻ്റെ പ്രവാചകന്മാരിൽ, വൽ യൗമിൽ ആഖിരി, അന്ത്യദിനത്തിൽ, വതുഅ്മിന ബിൽ ഖദരി, ഖദറിൽ വിശ്വസിക്കണം, ഖൈരിഹി വശർരിഹി, അല്ലെ, വിധിയിൽ വിശ്വസിക്കണം, നന്മയിലും തിന്മയിലും, അതൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ നിന്നാണ്. നമുക്ക് ഗുണം ദോഷം എന്നൊക്കെ തോന്നിയാലും എല്ലാം വിധി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നാണ് എന്നും വിശ്വസിക്കണം. 6 കാര്യം, ഈമാൻ കാര്യം പറഞ്ഞു കൊടുത്തു. ഖാല സദഖ്ത, അദ്ദേഹം ശരിയാണ് നീ പറഞ്ഞത്. ഖാല അഖ്ബിർനി അനിൽ ഇഹ്സാൻ, എങ്കിൽ എന്താണ് ഇഹ്സാൻ? ആദ്യം ഇസ്ലാം ചോദിച്ചു, ഈമാൻ ചോദിച്ചു, മൂന്നാമത്തെ ഇഹ്സാൻ എന്താണെന്ന് ചോദിച്ചു. ഇഹ്സാൻ അർത്ഥം നന്മ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. പുണ്യം എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ വിശ്വാസം പറഞ്ഞു കൊടുക്കുകയാണ്. ഇവിടെ ഇഹ്സാൻ്റെ നിർവചനം പറഞ്ഞു കൊടുത്തു. അൻ തഅ്ബുദല്ലാഹ്, നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. കഅന്നക തറാഹു, നീ അള്ളാഹുവിനെ നേരിൽ കാണുന്ന പോലെ. ഫഇല്ലം തകുൻ തറാഹു, നിനക്ക് അള്ളാഹുവിനെ നേരിട്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും ഫഇന്നഹു യറാക്, അള്ളാഹു നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ബോധം എല്ലാ ഇബാദത്തിനും ഉണ്ടാവുക, അതാണ് ഇഹ്സാൻ. ഇബാദത്തിൽ അള്ളാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് നിർവഹിക്കുക. നിസ്കാരമാണ് നിസ്കാരം നിർവഹിക്കും, അള്ളാഹിനെ കാണുന്ന പോലെ നിർവഹിക്കുക. നീ അള്ളാഹിനെ കാണുന്നില്ലെങ്കിൽ അള്ളാഹ് നിന്നെ കാണുന്നുണ്ട്. നോമ്പെടുക്കുമ്പോൾ അങ്ങനെ തന്നെ, ഹജ്ജ് ചെയ്യുമ്പോഴും അങ്ങനെ തന്നെ, എല്ലാ ഇബാദത്തിലും അതാണ് അൻ തഅ്ബുദല്ലാഹ് എന്ന് പറഞ്ഞ് അങ്ങനെ അള്ളാഹിനെ ആരാധിക്കുക. അപ്പോൾ ആ വന്നാൾ ചോദിച്ചു, അടുത്ത ചോദ്യം, ഫഅഖ്ബിർനി അനിസ്സാഅ, എങ്കിൽ അന്ത്യദിനത്തെ പറ്റൊന്ന് പറഞ്ഞോണ്ടാ. അപ്പോൾ നബി പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സാഇൽ, മൽ മസ്ഊലു അൻഹ, അതിനെക്കുറിച്ച് ചോദിക്കപ്പെട്ടവൻ, അതാണ് വിശ്വാസമ അല്ല, അല്ല എന്നാണ് ചോദിക്കപ്പെട്ടവനല്ല, ബിഅഅലമ, കൂടുതലായിട്ട് അറിയുന്നവനല്ല, മിനസ്സാഇൽ, ചോദിച്ചവനേക്കാളും എന്ന് പറഞ്ഞാൽ അത് രണ്ടാളും കണക്കാണ്. അന്ത്യദിനം അള്ളാഹ്ക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. ഖാല, പറഞ്ഞു, ഫഅഖ്ബിർനി അൻ അമാറാത്തിഹാ, എങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ പറഞ്ഞോണ്ടാ. അപ്പോൾ അമാറാത്ത് അടയാളങ്ങൾ കേട്ടോ അന്ത്യദിനത്തിൻ്റെ. അപ്പോൾ നബി പറഞ്ഞു, അൻ തലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ അവളുടെ യജമാനനെ പ്രസവിക്കുന്നു. വഅൻ തറൽ ഹുഫാതൽ ഉറാതൽ ആല റിആഅ അശ്ശാഇ യതതാവലൂന ഫിൽ ബുൻയാൻ, അതോടൊപ്പം തന്നെ കാണാൻ കഴിയും അൽ ഹുഫാതൽ ഉറാത്ത, നഗ്നപാതരും അതുപോലെ മറ്റു നഗ്നരും, അൽ ആല, ഒരുപാട് പ്രയാസം, സാധുക്കളായ ആളുകളും, ആലത്ത് അങ്ങനത്തെ റിആഅ അശ്ശാഇ, പ്രത്യേകിച്ച് ആടുമേക്കുന്ന ഇടയന്മാരൊക്കെ, യതതാവലൂന, അവരൊക്കെ മത്സരം കാണിക്കുന്നത് കാണാൻ പറ്റും. എന്തിൽ? ഫിൽ ബുൻയാൻ, വീടുകളും നിർമ്മാണ മേഖലകളിലൊക്കെ ബിൽഡിംഗ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ അവരൊക്കെ മത്സരിക്കുന്ന ഒരു കാലം വരും. ഇതൊക്കെ അടയാളമാണ്. സുമ്മൻ തലഖ, അങ്ങനെ അയാൾ പോയി. ഫലബിസ്തു മലിയൻ, ഞങ്ങൾ കുറച്ചു നേരം ഞാനവിടെ ഇരുന്നു. മലിയ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം. സുമ്മ ഖാല, പിന്നീട് അദ്ദേഹം വിശ്വാസം പറഞ്ഞു എന്ന് പറഞ്ഞത്, യാ ഉമറു, ഏ ഉമറെ, ആ തെജരി മനിസായിൽ, ഈ ചോദിച്ച ആളാരാന്ന് താങ്കൾക്കറിയുമോ? ഖുൽതു അല്ലാഹു റസൂലുഹു അലം, അള്ളാഹു റസൂൽ അറിയാം. ഖാല, അതിന് വിശ്വാസം പറഞ്ഞു, ഫഇന്നഹു ജിബ്രീലു, അത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതാക്കും, നിങ്ങളടുക്കിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാം വന്നു. യുഅല്ലിമുക്കും ദീനക്കും, നിങ്ങളുടെ മതം പഠിപ്പിക്കാൻ നിങ്ങളടുക്കിലേക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതാണ് എന്ന്. പ്രവാചകൻ്റെ അനുചരന്മാരുള്ള സദസ്സെന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നബി പറയുന്ന ഉത്തരം സ്വഹാബത്ത് കേൾക്കുന്നുണ്ട്, അത് അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ദീൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദീനിൻ്റെ ഏറ്റവും അടിസ്ഥാന കാര്യങ്ങളാണ് അവിടെ പഠിപ്പിച്ചത്. ഇസ്ലാം എന്താണെന്ന് പഠിപ്പിച്ചു, ഈമാൻ എന്താണെന്ന് പഠിച്ചു, ഇഹ്സാൻ പഠിപ്പിച്ചു, വിശ്വാസ കാര്യങ്ങളിൽ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പഠിപ്പിച്ചു. അപ്പോൾ അതിനു വേണ്ടി ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നതാണ് എന്നാണ് അവിടെ പറഞ്ഞത്. അതിൻ്റെ വേർഡ് മീനിങ് അവിടെ ഉണ്ട്, അത് നമ്മൾ പരിശോധിക്കാം ഇൻഷാ അല്ലാഹ്. മഅനൽ ഹദീസ്, ദാരിസുൽ അസീസ്, പ്രിയ പഠിതാവേ, ഹാദാ ഹദീസുൻ മഷ്ഹൂറൻ, ഇത് പ്രസിദ്ധമായൊരു ഹദീസാണ്. റവാഹുൽ ഖലീഫത്തു സാനി ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് അത് റിപ്പോർട്ട് ചെയ്തത്. റവാഹു, ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തു. നാഖഷ അസാസിയാത്തിൽ ഈമാനി വൽ ഇസ്ലാമി വൽ ഇഹ്സാനി വ അലാമത്തി യൗമിൽ ഖിയാമ,
ഇവിടെ ചർച്ച ചെയ്തത് ഈമാനിൻ്റെയും ഇസ്ലാമിൻ്റെയും ഇഹ്സാനിൻ്റെയും അന്ത്യദിനത്തിൻ്റെ അടയാളത്തിൻ്റെയും ബേസുകളെ പറ്റിയാണ്. ദാത്ത യൗമിൻ ഒരു ദിവസം ഇൻദമാ കാന നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്ലിസു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയായിരുന്നു മഅ അസ്ഹാബിഹി തൻ്റെ സ്വഹാബത്തിൻ്റെ കൂടെ ഫിൽ മസ്ജിദി പള്ളിയിൽ. ജാഅ ഇൻദഹുൽ മലക്കു ജിബ്രീൽ അലൈഹിസ്സലാം, അവിടേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് വന്നു. ബി വഹിയും മിനല്ലാഹ്, അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് വഹിയുമായിട്ട്. എന്താ വഹി? ലി തഅലീമിഹി, പ്രവാചകനെ പഠിപ്പിക്കണം. വസ്ഹാബിഹി, പ്രവാചകൻ്റെ സ്വഹാബത്തിനെ പഠിപ്പിക്കണം. അസാസൽ ഈമാനി വൽ ഇസ്ലാമി വൽ ഇഹ്സാനി, ഇഹ്സാൻ്റെയും ഇസ്ലാമിൻ്റെയും ഈമാൻ്റെയും അടിത്തറകൾ. ഫഅവ്വൽ എന്നപ്പോൾ ആദ്യം സഅലൻ നബിയ്യ, നബിസ്വല്ലല്ലാഹു അലൈഹി ചോദിച്ചു അനിൽ ഇസ്ലാം, ഇസ്ലാമിനെ കുറിച്ച്. ഫഖാല നബിയ്യു, നബിസ്വല്ലല്ലാഹു പറഞ്ഞു അൽ ഇസ്ലാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ അൻത ഷഹദ, നീ സാക്ഷ്യം വഹിക്കലാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറെ ഒരു സൃഷ്ടിയോ മറ്റു ആരും ഒന്നും തന്നെയില്ല. വഅന്ന മുഹമ്മദൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ റസൂലാണെന്നും. പിന്നെ വതുഖീമ നിസ്കാരം നിലനിർത്തൽ, വതുഅ്തിയ സകാത്ത് കൊടുക്കൽ, വതസൂമ റമളാൻ നോമ്പെടുക്കൽ, വതുഹിജ്ജൽ ബൈത ഇൻ ഇസ്തതഅത ഇലൈഹി സബീല, നിനക്ക് സാധിക്കുമെങ്കിൽ ഹജ്ജ് ചെയ്യൽ. ഫഅജാബ ജിബ്രീൽ സദഖത ഫീമാ ഖുൽത, നീ പറഞ്ഞതിൽ സത്യമാണെന്ന് ജിബ്രീൽ അവർ സത്യപ്പെടുത്തുന്നു. ഫഉമൂറുൽ ഇസ്ലാമി ഹിയ ഖംസ, അങ്ങനെ വരുമ്പോൾ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ 5 അല്ല അവൽ ഒന്ന് അഷ്ഷഹാദ ബി വഹ്ദാനിയത്തില്ല, അള്ളാഹിൻ്റെ വഹ്ദാനിയത്തിലെ ഷഹാദത്താണ്, സാക്ഷ്യമാണ്. വറിസാലത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം റിസാലത്തിലുള്ള സാക്ഷ്യപ്പെടുത്തലുമാണ്. വസ്സാനി 2 ഇഖാമത്തു സ്വലാത്ത്, നിസ്കാരം നിലനിർത്തലാണ്. വസ്സാലിസ് 3 ഈതാഉ സക്കാത്ത്, സക്കാത്ത് കൊടുക്കലാണ്. വറാബിഉ 4 അസ്സിയാമു ഫി ഷഹ്രി റമളാൻ, റമളാനിൽ നോമ്പെടുക്കലാണ്. വൽ ഖാമിസു 5 ഹജ്ജ് ബൈത്തില്ലാഹ്, അള്ളാഹിൻ്റെ ബൈത്തിൽ പോയിട്ട് കഅബയിൽ പോയിട്ട് ഹജ്ജ് ചെയ്യലാണ്. മനിസ്തതഅ ലഹു ബിൽ മാലി വസ്സിഹ വത്വരീഖ്, വഴി, ആരോഗ്യം, സമ്പാദ്യം ഇവ കൊണ്ടെല്ലാം സാധിക്കുന്നവർക്ക് ഇസ്തതഅ സാധിക്കുക. ثم سأل جبريل عليه النبي صلى الله عليه وسلم النبي صلى الله عليه وسلم عن الإيمان, പിന്നീട് ഈമാനെ കുറിച്ച് ചോദിച്ചു. فأجاب النبي صلى الله عليه وسلم, നബി ഉത്തരം നൽകി. അൻ തുഅ്മിന ബില്ലാഹ് വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിരി, അതിലൊക്കെ വിശ്വസിക്കണം അല്ലേ, അള്ളാഹുവിൽ, മലക്കിൽ, വേദഗ്രന്ഥങ്ങളിൽ, പ്രവാചകന്മാരിൽ, അന്ത്യദിനത്തിൽ. വതുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, നന്മയും തിന്മയും എന്ന വിധി അള്ളാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കണം. ഫസദ്ദഖ ജിബ്രീലു മാ ഖാലഹു നബിയ്യു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്തോ അതിൽ ജിബ്രീൽ സത്യപ്പെടുത്തി. ഫഉമൂറുൽ ഈമാൻ 6, അപ്പോൾ നമുക്ക് പറയാം ഈമാൻ കാര്യം 6. അൽ അവൽ 1 അൽ ഈമാനു ബില്ലാഹ്, അള്ളാഹുൽ വിശ്വസിക്കൽ. വസ്സാനി 2 അൽ ഈമാനു ബിൽ മലായിക, മലക്കുകളിൽ വിശ്വസിക്കൽ. വസ്സാലിസ് 3 അൽ ഈമാനു ബി കുതുബിഹിൽ 4, വേദഗ്രന്ഥങ്ങൾ 4 വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കൽ. വറാബിഉ 4 അൽ ഈമാനു ബി ജമീഇ റുസുലിഹി, എല്ലാ അംബിയാക്കളിലും പ്രവാചകന്മാരിലും വിശ്വസിക്കൽ. വൽ ഖാമിസു 5 അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കൽ. വസ്സാദിസു 6 അൽ ഈമാനു ബിൽ ഖദ്രി, വിധിയിൽ വിശ്വസിക്കൽ. ഐ അന്ന ജമീഅൽ ഉമൂർ, അതായത് എല്ലാ കാര്യവും ഖൈറൻ കാന ഔ ശർറൻ, നന്മയാവട്ടെ തിന്മയാവട്ടെ, യഖഉ, അത് സംഭവിക്കുന്നു, അലാ ഹസബി ഖദ്രിൻ മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നുള്ള കണക്കനുസരിച്ച്, അള്ളാഹിൻ്റെ വിധി അനുസരിച്ച് എന്നുള്ളത്. ثم سأل جبريل النبي സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നീട് ജിബ്രീൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു അനിൽ ഇഹ്സാൻ, ഇഹ്സാനെ കുറിച്ച് ചോദിച്ചു, നന്മയെ പുണ്യത്തെക്കുറിച്ച് ചോദിച്ചു. ഫഖാല നബിയ്യു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്, നീ അള്ളാഹുവിനെ കാണുന്ന പോലെ ഇബാദത്ത് എടുക്കലാണ്, അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നു. ഫൽ ഇഹ്സാൻ, അപ്പോൾ ഇഹ്സാന് ഹുവ അത് അൻ നഅബുദല്ലാഹ്, നാം അള്ളാഹിനെ ആരാധിക്കലാണ്. കഅന്നനാ നറാഹ്, നമ്മൾ കാണുന്ന പോലെ അള്ളാഹുവിനെ അമാമന, നമ്മുടെ മുന്നിൽ. വഇൻ ലം നസ്തതിഅ്, നമുക്ക് സാധ്യമല്ലെങ്കിലും, റുഅയത്തല്ലാഹി അമാമന, അള്ളാഹിനെ നമ്മുടെ മുമ്പിൽ കാണാൻ സാധ്യമല്ലെങ്കിലും, ഫഅലൈന, നമ്മുടെ മേൽ നിർബന്ധമാണ് അൻ നഅരിഫ, നാം മനസ്സിലാക്കുക എന്നുള്ളത്, അന്നല്ലാഹ യറാന, അള്ളാഹു നമ്മളെ കാണുന്നു എന്നുള്ളത്. ثم سأل جبريل النبي صلى الله عليه وسلم عن موعد الساعة, പിന്നീട് അന്ത്യദിന സമയത്തെക്കുറിച്ച് ജിബ്രീൽ ചോദിക്കുന്നു. വലാകിൻ നബി ലം യുജിബ് ലിഹാദ സുആൽ, പക്ഷേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചോദ്യത്തിന് ഉത്തരം കൊടുത്തില്ല. ബൽ ഖാൽ, എന്നാൽ നബി പറഞ്ഞെന്താ, ലൈസൽ മസ്ഊലു അഅലമ മിനസ് സാഇലി അൻ മൗഇദി സ്സാഅ, അന്ത്യദിന സമയത്തെക്കുറിച്ച് ചോദിച്ചവനേക്കാളും അറിവുള്ളവനല്ല ചോദിക്കപ്പെട്ടവൻ. ഫസഅല ജിബ്രീലു, അപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു അൻ അമറാത്ത് വ അലാമാത്തി സ്സാഅ, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച്. അമാറാത്ത്, അലാമാത്ത്, രണ്ടിൻ്റെ അർത്ഥം അടയാളങ്ങൾ. ഫഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൻ തലിദൽ അമതു റബ്ബതഹ, ഒരു അടിമ സ്ത്രീ അവളുടെ യജമാനത്തിയെ പ്രസവിക്കലാണ്. വ അൻ തറൽ ഹുഫാത്തൽ ഉറാത്തൽ ആല, ഒന്നുമില്ലാത്ത നഗ്നവാദരായ പാവപ്പെട്ട നഗ്നരെ, അതൊരു അങ്ങനത്തെ ഇടയന്മാരെ നിനക്ക് കാണാൻ സാധിക്കും. യതതാവലൂന ഫിൽ ബുന്യാൻ, അവർ നിർമ്മാണ മേഖലയിൽ മത്സരം കാണിക്കുന്നു. ഐ, അതായത് അൻ തലിദൽ ഖാദിമതു
ലിസയ്യിദിഹ ഇബ്നതഹു, അടിമ സ്ത്രീ എന്തു ചെയ്യുന്നു, അവളുടെ യജമാനു വേണ്ടി അവളുടെ യജമാനത്തിയെ മകളെ പ്രസവിക്കുന്നു എന്നുള്ളത്. വഅയ്യബ്നിയൽ ഹുഫാത്തുൽ വൽ ഉറാത്തു വൽ ഫുഖറാഉ വറിആഉ ശാഇ, അതുപോലെ വസ്ത്രമില്ലാത്ത, എടുക്കാനില്ലാത്ത, നഗ്നപാതരായ, ആട്ടിടയന്മാരായ, സാധുക്കളായ ആളുകളൊക്കെയും അവരൊക്കെയും നിർമ്മിക്കുന്നു ലഹും അവർക്ക് വേണ്ടി മബാനി ആലിയ ഫാഖിറ, ഭയങ്കര ഗംഭീരമായ ഉന്നതമായ ബിൽഡിങ്ങുകൾ, വീടുകൾ മറ്റൊക്കെ നിർമ്മിക്കുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെ അലാമത്തു സാഅയായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത്. മുറാജയിൽ കാണാം മഹാലു റജുലി അല്ലദീ ജാഅ ഇൻദ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെ അടുക്കലെയും വന്ന ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരുന്നു? മനില്ലദീ ജാഅ ഇൻദ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി, അവിടെ വന്ന വ്യക്തി ആരായിരുന്നു? ലിമാദ ജാഅൽ മലക്കു ജിബ്രീലു അലൈഹിസ്സലാം ഇൻദ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബിഹി, എന്തിനായിരുന്നു വന്നിരുന്നത് മലക്ക് ജിബ്രീൽ വന്നത്? മാഹിയ അർക്കാനുൽ ഇസ്ലാം, എന്താണ് ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ? മാഹിയ അർക്കാനുൽ ഈമാൻ, എന്താണ് ഈമാനിൻ്റെ സ്തംഭങ്ങൾ? മാഹുവൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൈഫ അജാബൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിസുആൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അഖ്ബിർനി അനിസ്സാഅ, അന്ത്യദിനത്തെക്കുറിച്ച് പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി? മാഹിയ അലാമാത്തുസ്സാഅ, അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത്? ഇതോടുകൂടി ഒന്നാമത്തെ ഹദീസ് അവിടെ പൂർത്തിയായി. രണ്ടാമത്തെ ഹദീസ്, അൽ ഹദീസു സാനി അദ്ദീനു അന്നസീഹ, മതം ഗുണകാംക്ഷയാണ്. അൻ അബി റുഖിയ്യ തമീം ബിൻ ഔസ് അദ്ദാരി റളിയല്ലാഹു അൻഹു അന്ന നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദീനു അന്നസീഹ, മതം ഗുണകാംക്ഷയാണ്. ഖുൽനാ, ഞങ്ങൾ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലെ മതം ആർക്കൊക്കെയാണ് ഗുണകാംക്ഷ? ഖാല, അദ്ദേഹം പറഞ്ഞു, ലില്ലാ, അള്ളാഹുവിന്, വലി കിതാബിഹി, അവൻ്റെ വേദഗ്രന്ഥത്തിന്, വലി റസൂലിഹി, അവൻ്റെ ദൂതനോട്, വലി അഇമ്മത്തിൽ മുസ്ലിമീന, മുസ്ലിം നേതാക്കന്മാരോട്, വ അമ്മത്തിഹിം, അവരിലെ മുസ്ലിങ്ങളിലെ സാധാരണക്കാരോട്, ഇവരോടൊക്കെയുള്ള ഗുണകാംക്ഷയാണ് എന്ന് പറഞ്ഞു. അവിടെ ഇമാമിൻ്റെ ജംആണ് അഇമ്മത്ത്, ലീഡർ. ദാരിസി അൽ അസീസ്, പ്രിയ പഠിതാവ്, യുഅല്ലിമുന നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു, ഫി ഹാദൽ ഹദീസി, ഈ ഹദീസിൽ, റിസാലത ദീനിൽ ഇസ്ലാം, ഇസ്ലാം മതത്തിൻ്റെ സന്ദേശം. ഫദ്ദീനു അസ്ലുഹു, മതത്തിൻ്റെ ബേസ്, ഹുവൻ നസീഹ, അത് ഗുണകാംക്ഷയാണ്. ഐ, അതായത് ഹിയാസത്തുൽ ഹദ്ദി ലിൽ മൻസൂഹി ലഹു, അഥവാ ഉപദേശം ആവശ്യമുള്ളവർക്ക് ആ ഉപദേശം നൽകൽ. ഫസഅലഹു അസ്ഹാബുഹു, അതുകൊണ്ടാണ് സഹാബത്ത് ചോദിച്ചത് ഇവിടെ ആ ഉപദേശം അല്ലെങ്കിൽ ആ ഗുണകാംക്ഷിക്കൽ, പ്രതീക്ഷിക്കൽ, അതെന്താണെന്ന് ചോദിക്കുന്നത്. ഇമൻ ഹാദിഹി നസീഹ, ഈ നസീഹത്ത്, ഈ ഗുണകാംക്ഷ ആരോടൊക്കെ വേണം? ഫഅജാബൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു, അന്നസീഹത്തു ലില്ലാഹി വലി കുതുബിഹി വ റുസുലിഹി, അത് അള്ളാഹുവിനോടുണ്ട്, വേദഗ്രന്ഥത്തോടുണ്ട്, പ്രവാചകന്മാരോടുണ്ട്, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, മുസ്ലിം ഇമാമുമാരോടുണ്ട്, വഅമ്മത്തിഹിം, അവർ സാധാരണക്കാരോടുണ്ട്. അതിൻ്റെ വിശദീകരണം, ഫന്നസീഹത്തു ലില്ലാഹ്, അള്ളാഹുവിനോട് ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ അൽ ഈമാനു ബില്ലാ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുൽ വിശ്വസിക്കുക എന്നുള്ളതും, വനഫിയു ശരീക്ക് ബിഹി, അള്ളാഹുവിന് പങ്കുകാരില്ല എന്നുള്ളത് അങ്ങനെ പ്രഖ്യാപിക്കലും ആ പങ്കുകാരെ നിഷേധിക്കലുമാകുന്നു. വൻ നസീഹത്തു ലി കുതുബിഹി, വേദഗ്രന്ഥത്തോടുള്ള നസീഹത്ത് എന്താ? ഹിയൽ ഈമാനു ബി അന്നഹു കലാമുല്ലാഹി തആല, ആ വേദഗ്രന്ഥങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ കലാമാണ്, സംസാരമാണ്. വതൻസീലുഹു, അള്ളാഹു ഇറക്കിയതാണ്. വലാ യുഷ്ബിഹുഹു ഷൈഉം മിൻ കലാമിന്നാസ്, അവിടെ മനുഷ്യരുടെ സംസാരം അതിനോട് സദൃശ്യപ്പെടുകയില്ല. അതാണ് വേദഗ്രന്ഥത്തോടുള്ള നസീഹത്ത്. വൻ നസീഹത്തു ലി റസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകനോടുള്ള നസീഹത്ത് എന്താണ്? ഹിയ തസ്ദീഖുഹു, പ്രവാചകൻ സത്യപ്പെടുത്തലാണ്, അലർ റിസാല, പ്രവാചകൻ്റെ സന്ദേശത്തിലും, വൽ ഈമാനു, വിശ്വസിക്കലുമാണ്, ബിജമീഇ മാ ജാഅ ബിഹി, പ്രവാചകൻ കൊണ്ടുവന്ന എല്ലാത്തിലും വിശ്വസിക്കുക. വൻ നസീഹത്തു ലി അഇമ്മത്തിൽ മുസ്ലിമീന, മുസ്ലിം ഇമാമുമാരുടെ നസീഹത്ത് എന്താ? ഹിയ മുആവനതുഹും, അവരെ സഹായിക്കലാണ്, അലൽ ഹഖ്, ഹക്കിനു വേണ്ടി, വതാഅതുഹും, അവരെ അംഗീകരിക്കലാണ്, ഫീഹി, ഹക്കിൻ്റെ കാര്യത്തിൽ. അമ്മൻ നസീഹത്തു ലിൽ അമ്മ, പൊതുജനങ്ങളോടുള്ള നസീഹത്ത് എന്താ? ഫഹിയ ദഅവതുഹും ഇലല്ലാഹ്, അവർ അള്ളാഹുലേക്ക് ക്ഷണിക്കലാണ്, വറസൂലിഹി, അവൻ്റെ റസൂലിലേക്കും, വ ഇലാ ഹിദായത്തുൽ ഇസ്ലാമി, ഇസ്ലാമിൻ്റെ സന്മാർഗത്തിലേക്കും. അങ്ങനെ എല്ലാ നിലക്കും മതം ഗുണകാംക്ഷയാണ്. മാ ഹുവദ്ദീനു, എന്താണ് മതം? ലിമനിൻ നസീഹ, ആരോടൊക്കെ ഗുണകാംക്ഷ വേണം? മൽ മുറാദു ബിൻ നസീഹ ലില്ലാ, അള്ളാഹുവിൻ്റെ ഗുണകാംക്ഷയുടെ ഉദ്ദേശം. മൽ മുറാദു ബിൻ നസീഹ ലി കുതുബിഹി, വേദഗ്രന്ഥത്തോടുള്ള ഗുണകാംക്ഷയുടെ ഉദ്ദേശം. മൽ മുറാദു ബിൻ നസീഹ ലി റുസുലിഹി, അള്ളാഹുവിൻ്റെ റസൂലുകളോടുള്ള നസീഹത്തിൻ്റെ ഉദ്ദേശം. മൽ മുറാദു ബിൻ നസീഹ ലി അഇമ്മത്തുൽ മുസ്ലിമീൻ, മുസ്ലിം ഇമാമുമാരുള്ള ഗുണകാംക്ഷയുടെ ഉദ്ദേശം.
ഓക്കെ, അടുത്ത് അൽ ഹദീസു സാലിസ്, മൂന്നാമത്തെ ഹദീസാണ് സബബു ഇസ്തിജാബത്തി ദുആ, ദുആ സ്വീകരിക്കുവാനുള്ള കാരണം, ദുആ പ്രാർത്ഥന സ്വീകരിക്കുവാനുള്ള കാരണം. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഏറ്റവും അധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത സഹാബിയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്നല്ലാഹ തആല ത്വയ്യിബുൻ, അല്ലാഹു നല്ലവനാണ്, ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, നല്ലതല്ലാതെ അല്ലാഹു സ്വീകരിക്കൂല. വ ഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു, അമറ കൽപ്പിച്ചു, ബിമാ അമറ ബിഹി കൽപ്പിച്ച ഒന്നുകൊണ്ട്, ആരോട്? അൽ മുർസലീൻ, മുർസലീങ്ങളോട് എന്തൊക്കെ കൽപ്പിച്ചു അതൊക്കെ അതുകൊണ്ട് തന്നെ മുഅ്മിനീങ്ങളോടും അല്ലാഹു കൽപ്പിച്ചു. ഫഖാല, എന്നിട്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, യാ അയ്യുഹർ റുസുലു കുലു മിൻ ത്വയ്യിബാതി വഅമലു സ്വാലിഹാ, ഈ ആയത്താണ് പറഞ്ഞത്. യാ അയ്യുഹർ റുസുലു, അല്ലയോ റസൂലുകളെ, കുലു നിങ്ങൾ ഭക്ഷിക്കുക, മിനത്വയ്യിബാത്ത് വിശിഷ്ടമായത്, വഅമലു നിങ്ങൾ പ്രവർത്തിക്കുക, സ്വാലിഹൻ സൽക്കർമ്മങ്ങൾ. അൽ മുഅ്മിനൂൻ, സൂറത്തുൽ മുഅ്മിനൂനിലെ അൽ ആയ 51. വഖാല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുലൂ നിങ്ങൾ ഭക്ഷിക്കുക, മിനത്വയ്യിബാതി മാ റസഖ്നാകും നിങ്ങൾക്ക് നൽകിയതിൽ വിശിഷ്ടമായത്. സൂറത്തുൽ ബഖറ 172. സുമ്മ ദക്കറ റജുലു യുതീലു സഫർ, പിന്നീട് സുമ്മ ദക്കറ റജുല, ഒരു മനുഷ്യനെ പറ്റി പ്രവാചകൻ പരാമർശിച്ചു. യുതീലു സഫറ, അയാൾ ദീർഘയാത്ര പോയിട്ടുണ്ട്. അശ്അസ അഗ്ബറ, അയാളാകെ മുടി പാറിപ്പറന്നിട്ടുണ്ട്. യമുദ്ദു യദൈഹി ഇല സമായി, അഗ്ബറ പൊടി പുരണ്ടിട്ടുണ്ട്. യമുദ്ദു യദൈഹി ഇല സമായി, ആകാശത്തിലേക്ക് കൈ ഉയർത്തുന്നുണ്ട്. അപ്പോൾ അയാൾ യാത്ര എല്ലാ ലക്ഷണമുണ്ട്. ജടകുത്തിയ മുടിയാണ്, പൊടി പുരണ്ടിട്ടുണ്ട്, ദീർഘദൂരം യാത്ര ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആകാശത്തേക്ക് കൈ നേർത്തിയിട്ട് അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട്, യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്ന് അയാൾ പ്രാർത്ഥിക്കുന്നു. പക്ഷേ വമത്അമുഹു ഹറാമുൻ, അയാൾ തൊയ്യിബല്ല കഴിച്ചത്, അയാൾ ഭക്ഷണം ഹറാമാണ്. മഷ്റബുഹു ഹറാമുൻ, അയാൾ കുടിച്ച പാനീയം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമിലൂടെ ഊട്ടപ്പെട്ടവനാണ്. ഗുദിയ ഊട്ടപ്പെട്ട. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അതുകൊണ്ട് എങ്ങനെയാണ് അയാൾക്ക് ഇതിന് ഉത്തരം നൽകപ്പെടുക? അപ്പോൾ ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ എല്ലാ സാഹചര്യവും അവിടെ ഉണ്ട്. യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് വിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്. ആ യാത്രയുടെ എല്ലാ അടയാളവും ആ ഹദീസിൽ പറഞ്ഞു. പക്ഷേ അയാൾ ഭക്ഷണം അയാൾ കഴിച്ചത് ഹറാമായതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാതെ പോയി. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന കാരണങ്ങളിലെ പ്രധാന ഒരു കാരണമാണ് കഴിക്കുന്നത്, ഉള്ളിലേക്ക് കഴിക്കുന്നത് കുടിക്കുന്നത് ഹലാലാവുക എന്നുള്ളത്. അത് അമ്പിയാക്കളോട് കൽപ്പിച്ചതാണ്, അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും അല്ലാഹു ഖുർആനിൽ കൽപ്പിച്ചത്. അതില്ലാത്തത് ഹറാമിലൂടെ ഭക്ഷിച്ചു കഴിഞ്ഞാൽ, ഹറാമായ ഭക്ഷണം, ഹറാമായ സമ്പാദ്യത്തിലൂടെ ഭക്ഷണം അങ്ങനെ വളർന്നു കഴിഞ്ഞാൽ അള്ളാഹുവിനോട് എത്ര പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള സാഹചര്യമുണ്ടായിട്ടും ആ പ്രാർത്ഥന അള്ളാഹു കേൾക്കുകയില്ല. ദാരിസിൽ അസീസ്, പ്രിയ പഠിതാവേ, ഹാദ ഹദീസുൻ മഷ്ഹൂറൻ, ഇത് പ്രസിദ്ധമായ ഹദീസാണ്. യുഷജ്ജിഉൽ മുഅ്മിന, വിശ്വാസിയെ പ്രോത്സാഹിപ്പിക്കുന്നു, യുഷജ്ജിഉ പ്രേരിപ്പിക്കുന്നു, ലിഅക്ലി ത്വയ്യിബി വിശിഷ്ടമായത് കഴിക്കാൻ, വതർക്കി കുല്ലി മാ യൂസിലു ഇലൽ ഹറാം, ഹറാമിലേക്ക് എത്തിക്കുന്നതെല്ലാം ഒഴിവാക്കാൻ, വൽ ഖദാറ, ഖദാറയിലേക്കും വിശിഷ്ടമല്ലാത്തതിലേക്കും മലിനമായതിലേക്കും. ഫയഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു റസൂൽ പറയുകയാണെങ്കിൽ അല്ലാഹു ത്വയ്യിബൻ, അല്ലാഹു വിശിഷ്ടനാണ്. വയുഹിബ്ബു ത്വയ്യിബ, വിശിഷ്ടമായത് ഇഷ്ടപ്പെടുന്നു. വലാ യഖ്ബലു മിനൽ അബ്ദി ഇല്ല ത്വയ്യിബ, വിശിഷ്ടമായത് മാത്രമേ അടിമയിൽ സ്വീകരിക്കുള്ളൂ. വഅന്ന അല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹി റുസുലഹു, പ്രവാചകന്മാരോട് കൽപ്പിച്ചത് അല്ലാഹു മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചു. വദാലിക അൻ യകൂന മാ നഅകുലുഹു ത്വയ്യിബൻ, അതായത് നാം ത്വയ്യിബെ കഴിക്കാൻ പാടുള്ളൂ. മഅ അൻ യകൂന അഅമാലുനാ സ്വാലിഹൻ, അതോടൊപ്പം നമ്മുടെ കർമ്മങ്ങളും സൽക്കർമ്മമാകണം. വഅക്ലു ത്വയ്യിബി, നല്ലത് കഴിക്കൽ, വഅൽ അമലു സ്വാലിഹി, സൽക്കർമ്മം പ്രവർത്തിക്കൽ, ഹുമ അവ രണ്ടും, മിൻ മുതതല്ലബാത്തി ഇസ്തിജാബത്തി ദഅവ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ആവശ്യമുള്ള കാര്യമാണ്, അല്ലെങ്കിൽ സ്വീകരിക്കുന്ന കാര്യങ്ങളിൽപ്പെട്ടതാണ്. ഫഅശാറ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ റസൂലുള്ളാഹി ഒരു സൂചന കൊടുത്തു, ഇലർ റിജാൽ, ചില മനുഷ്യന്മാരെ പറ്റി. അല്ലദീന, എങ്ങനെയുള്ളവർ, അശ്ആറുഹും അവരുടെ മുടികൾ, അശ്ഗസു അത് ജടകുത്തിയിട്ടുണ്ട്, വസിയാബുഹും അവരുടെ വസ്ത്രങ്ങൾ, അഗ്ബർ പൊടി പുരണ്ടിയിട്ടുണ്ട്, വഹും അവരാകട്ടെ യദഊന അല്ലാഹ് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, മിറാറൻ പലതവണ, വലാക്കിൻ ബിദൂന ഫായിദ പക്ഷേ ഒരു നേട്ടവും അതുകൊണ്ടില്ല. എന്തുകൊണ്ട്? ലിഅന്ന തുഅമഹും അവരുടെ ഭക്ഷണം, വശറാബഹും അവരുടെ പാനീയം, മിനൽ ഹറാം ഹറാമിൽ നിന്നാണ്. മുറാജ, ലാ യഖ്ബലു അല്ലാഹു ഇല്ല ത്വയ്യിബ്, അല്ലാഹു ത്വയ്യിബ് അല്ലാതെ സ്വീകരിക്കൂല. ലിമാദ, എന്തുകൊണ്ട്? ബിമ അമറൽ മുഅ്മിനീൻ, എന്തുകൊണ്ടാണ് അല്ലാഹു മുഅ്മിനീനോട് കൽപ്പിച്ചിട്ടുള്ളത്? മാഹിയ മുതതല്ലബാതു ഇസ്തിജാബത്തി ദുആ, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാൻ ആവശ്യമായ സംഗതി എന്താണ്? മഹാലുർ റജുൽ അല്ലദീ യമുദ്ദു യദൈഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് കൈനീട്ടുന്ന മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്?
അൽ ഹദീസ് റാബിഅ, നാലാമത്തെ ഒരു ഹദീസ്, അൽ ഇസ്തിഗാലു ബിമാ യുഫീദ്, ഉപകാരമുള്ളത് ചെയ്യുക എന്നുള്ളത്. عن أبي هريرة رضي الله عنه قال, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഹുസ്നിൽ ഇസ്ലാമി അൽ മർഇ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹ്, ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ കാര്യത്തിൽപ്പെട്ടതാണ്, പെർഫെക്ഷനിൽപ്പെട്ടതാണ്, തർക്കുഹു അവൻ ഒഴിവാക്കുക എന്നുള്ളത്, മാ ഒരു കാര്യം, ലാ യഅനീഹ് അതാവട്ടെ അവനുമായി ബന്ധമല്ല, അവനൊരു നിലക്കും ഉപകാരമില്ലാത്ത കാര്യമാണെങ്കിൽ അതവൻ ഒഴിവാക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാണ്. ദാരിസുൽ അസീസ്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, പഠിതാവേ, ഹാദാ ഹദീസുൻ സഗീറുൻ, ഇത് ചെറിയൊരു ഹദീസാണ്, വലാകിൻ മഅനാഹു അദീമുൻ, പക്ഷേ അതിൻ്റെ ആശയം വളരെ വലുതാണ്. അതാണ് പ്രവാചകൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. ഇതിനെക്കുറിച്ച് നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്, എഴുതുകയാണെങ്കിൽ ഒരുപാട് എഴുതാനുണ്ട്, വിശദീകരണം പറയാനുണ്ട്. ലഹു അസറുൻ ബാലിഗൻ, വലിയ സ്വാധീനമുണ്ട്, ഫി ഷഖ്സിയത്തിൽ മർഇൽ മുസ്ലിം, ഒരു മുസ്ലിം വ്യക്തിയുടെ വ്യക്തിത്വത്തെ വാർത്തെടുക്കുന്നതിൽ. വഹുവ, അതെന്താ, അന്ന മിൻ ഹുസ്നിൽ മർഇ, ഒരു മനുഷ്യൻ്റെ സൽഗുണമാണ്, അയത്രുക്കൽ മർഉ, ആ മനുഷ്യൻ ഒഴിവാക്കുക എന്നുള്ളത്, മാ ലാ യഅനീഹി അവന് യാതൊരു നേട്ടവുമില്ലാത്ത, മിനൽ അഅ്മാൽ പ്രവർത്തനങ്ങൾ, വൽ അഖ്വാൽ വാക്കുകൾ, വൽ അഫ്കാർ ചിന്തകൾ, അത് ഒഴിവാക്കുക എന്നുള്ളത്. മാ ഹുവ ഹുസ്നുൽ മർഇ, ഒരു മനുഷ്യൻ്റെ നന്മ എന്താണെന്നാണ്. അഞ്ചാമത്തെ ഒരു ഹദീസ്, മിൻ കമാലിൽ ഈമാൻ, ഈമാനിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടത്. عن أبي حمزة أنس بن مالك رضي الله تعالى عنه خادم رسول الله صلى الله عليه وسلم عن النبي صلى الله عليه وسلم, റസൂലുള്ളാഹിയുടെ ഖാദിമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, പ്രവാചകന് ഖിദ്മത്ത് ചെയ്ത് പ്രവാചകൻ്റെ വഫാത്തിൻ്റെ സമയത്ത് സാക്ഷ്യം വഹിച്ച 4 സ്വഹാബകളിൽ ഒരാളാണ് അനസ് റളിയല്ലാഹു അൻഹു. 10 വർഷത്തോളം പ്രവാചകന് ഖാദിമായി പ്രവാചകൻ്റെ കൂടെ ജീവിച്ച വ്യക്തി. ആ അനസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയാണ്, ലാ യുഅ്മിനു അഹദുക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ ഒരാളും സത്യവിശ്വാസിയാവുകയില്ല, ഹത്താ യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരന് അവൻ ഇഷ്ടപ്പെടുന്നതുവരെ, മാ യുഹിബ്ബു ലി നഫ്സിഹി, അവന് സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടമുണ്ടോ ആ കാര്യങ്ങളൊക്കെ തൻ്റെ സഹോദരൻ, മറ്റു വിശ്വാസിയായ സഹോദരനും മുസ്ലിമായ സഹോദരന് ഇഷ്ടപ്പെടുന്നതുവരേക്കും ഇവൻ സത്യവിശ്വാസിയായിട്ടില്ല. യഖൂലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൽ ഹദീസ്, ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നഹു യജിബു അലാ മൻ യുരീദു അൻ യകൂന മുഅ്മിനൻ കാമില, ഒരു പൂർണ്ണ വിശ്വാസിയാവണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും നിർബന്ധമാണ് അൻ യുഹിബ്ബ ലി അഖീഹി, തൻ്റെ സഹോദരനെ ഇഷ്ടപ്പെടുക എന്നുള്ളത്. എങ്ങനെ? മാ യുഹിബ്ബു ലി നഫ്സിഹി, സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടമുണ്ടോ അതൊക്കെയും, മിൻ ജമീഇ വസാഇലിൽ ഹയാത്ത്, ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ എന്തൊക്കെ കാര്യം, അത് ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, വീട്, എന്ത് വാഹനം, എന്തൊക്കെയാണെങ്കിലും സ്വന്തത്തിന് എന്തൊക്കെ ഇഷ്ടമാണോ അത് തൻ്റെ സഹോദരനും കൂടി ഉണ്ടാവണമെന്ന് ഇഷ്ടപ്പെടുന്നവരേക്കും. അങ്ങനെ ആകുമ്പോഴാണ് യഥാർത്ഥ പൂർണ്ണ മുസ്ലിമായിട്ട് അവൻ മാറുന്നത്. അൽ ഹദീസു സാദിസ്, ആറാമത്തെ ഹദീസ്, ഇക്റാമു ദൈഫ്, അതിഥിയെ സൽക്കരിക്കലാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നു എങ്കിൽ, ഫല്യഖുൽ ഖൈറാ, അവൻ നല്ലത് മാത്രം പറയട്ടെ, സംസാരിക്കുകയാണെങ്കിൽ നല്ലത് പറയാം. ഔ ലിയസ്മുത്, അല്ലെങ്കിൽ അവൻ മൗനം അവലംബിക്കട്ടെ, മിണ്ടാതെ നിൽക്കട്ടെ. അമൻ ഖാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവൻ, ഫല്യുക്രിം ജാറഹു, അവൻ്റെ അയൽക്കാരൻ അവൻ ആദരിക്കട്ടെ. അമൻ ഖാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നവനാണ് എങ്കിൽ അവൻ, ഫല്യുക്രിം ദൈഫഹു, അവൻ്റെ ഗസ്റ്റുകളെ, അതിഥികളെ അവൻ ആദരിക്കട്ടെ, ബഹുമാനിക്കട്ടെ. നഹ്നു നഅരിഫു മിൻ ഹാദൽ ഹദീസി സലാസ ഖിസാലിൻ, ഈ ഹദീസിൽ 3 സ്വഭാവ ഗുണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ലാബുദ്ദ അൻ യതഹല്ല ബിഹാ അൽ മുഅ്മിനു, ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ പകർത്തൽ അനിവാര്യമാണ്. തഹല്ല ബി എന്ന് പറഞ്ഞാൽ അതിനെ അണിഞ്ഞൊരുങ്ങുക, അതിനെ സ്വീകരിക്കുക എന്നാണ്. ഹുലി എന്ന് പറഞ്ഞാൽ ആഭരണത്തിനാണ് പറയാം, സ്വഭാവത്തെ സ്വീകരിക്കലിനാണ് തഹല്ല ബി എന്ന് പറയും. അപ്പോൾ അയ്യ തഹല്ല ബിഹ, അവ സ്വീകരിക്കൽ, അൽ മുഅ്മിനു വിശ്വാസി, അല്ലദീ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വിശ്വാസി എന്ന് പറഞ്ഞാൽ അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്ന. ആ 3 കാര്യം, ഫൽ അവ്വലു മിൻ ഹാദിഹിൽ ഉമൂരി സലാസ, ഈ 3 കാര്യത്തിൽ ഒന്നാമത്തേത് ഖൗലുൽ ഖൈരി, നല്ലത് പറയൽ, വസ്സുംതു, മിണ്ടാ നിൽക്കൽ, ഫിൽ മവാഖിഫില്ലതി തുത്ലബു സുംത്, മൗനം ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളിൽ മൗനം ഭുജിക്കൽ അല്ലെങ്കിൽ മൗനം അവലംബിക്കൽ ആവശ്യമാണെന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ മൗനമാവലും, പറയുമ്പോൾ നല്ലത് പറയലും. വസാനി, രണ്ടാമത്തത് ഇക്റാമുൽ ജാർ, അയൽവാസി ആദരിക്കൽ. വസാലിസ് ഇക്റാമുൽ ദൈഫ്, അതിഥിയെ ആദരിക്കൽ.
മുറാജഅ മല്ലദി യജിബു അലാ മൻ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നവൻ അവൻ നിർബന്ധമായ കാര്യം എന്താണ്? മാ ഹിയൽ ഉമൂറു അല്ലത്തി തദുല്ലു അലൽ ഈമാനി ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും അല്ലാഹുവിലും വിശ്വസിക്കുന്നു എന്നത് അറിയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അൽ ഹദീസു സാബിഅ, ഏഴാമത്തെ ഹദീസ്, തഅരീഫുൽ ബിർറ് വൽ ഇസ്മ്, പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും നിർവചനം. അനിൻ നവാസ് ഇബ്നു സംആൻ റളിയല്ലാഹു അൻഹുമാ, അവരിൽ നിന്ന് ഉദ്ധരിക്കുന്നു, അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, വിശ്വാസം പറഞ്ഞു, അൽ ബിർറു ഹുസ്നുൽ ഖുൽഖ്, പുണ്യമെന്ന് പറയുന്നത് സൽ സ്വഭാവമാണ്. വൽ ഇസ്മു, പാപമെന്ന് പറയുന്നത് മാഹാക ഫി നഫ്സിക, നിൻ്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യമാണ്. വകരിഹ്ത, നീ വെറുക്കുന്നു, വയത്തലി അലൈഹിൻ നാസു, ആളുകൾ കാണുന്നത്. ഇത്തലാല, എത്തി നോക്കുക, കാണുക. ഒരു കർമ്മം നീ ചെയ്യുന്നു, അത് നിൻ്റെ മനസ്സിലിങ്ങനെ മനസാക്ഷി കുത്തുണ്ടാക്കണ്ടോ ആ പ്രവൃത്തിയെപ്പറ്റി, അതൊരു തിന്മയായിരിക്കും. അതോടൊപ്പം ആ പ്രവൃത്തി ചെയ്തപ്പോൾ ആരെങ്കിലും കാണുന്നു, നീ വെറുക്കുന്നു, ആരും കാണാതെയാണ് നീ ചെയ്തത്, അങ്ങനെ വെറുക്കുന്ന കാര്യമാണോ എങ്കിലും അതൊരു പാപമായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. വഅൻ വാബിസ ഇബ്ൻ മഅബദ് റളിയല്ലാഹു അൻഹു, വാബിസ ബിൻ മഅബദ് റളിയല്ലാഹു അൻഹു സഹാബി പറയാണ്, അതൈതു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ അടുക്കൽ ചെന്നു. ഫഖാല, ഞാൻ ചോദിച്ചു. അദ്ദേഹം പറയാണ്, ജിഅ്തു തസ്അലു അനിൽ ബിർറി വൽ ഇസ്മ്, നീയല്ലേ പുണ്യത്തെയും പാപത്തെയും കുറിച്ച് ചോദിച്ചു വന്ന വ്യക്തി? ഖുൽതു, ഞാൻ പറഞ്ഞു, നഅം, അതെ. ഖാല, വിശ്വാസം പറഞ്ഞു, ഇസ്തഫ്തി ഖൽബക്, നിൻ്റെ ഹൃദയത്തോട് നീ ഫത്വ ചോദിക്ക്. അൽ ബിർറു മത്മഅന്നത് ഇലൈഹി നഫ്സു, പുണ്യമെന്ന് പറഞ്ഞാൽ മനസ്സ് ശാന്തമടയും. വത്മഅന്ന ഇലൈഹിൽ ഖൽബു, ഹൃദയം അതിലേക്ക് ശാന്തമടയും. ഒരു കാര്യം ചെയ്താൽ നിൻ്റെ ഹൃദയം സമാധാനം ഉൾക്കൊള്ളുന്നുവെങ്കിൽ അത് പുണ്യമായിരിക്കും. വൽ ഇസ്മു, പാപമെന്ന് പറഞ്ഞാൽ മഹാക ഫിൻ നഫ്സി, അത് നിൻ്റെ മനസ്സിലൊരു ചൊറിച്ചിലുണ്ടാക്കും, ഒരു മനസാക്ഷിക്കുത്തുണ്ടാക്കും. വതുറദ്ദിദു ഫി സ്വദരി, ഹൃദയത്തിൽ അതിങ്ങനെ കിടന്ന് കളിക്കും, വല്ലാത്ത പ്രയാസം സൃഷ്ടിക്കും. വ ഇൻ അഫ്താകൻ നാസ് വ അഫ്തൗക്, ഇനി ആളുകൾ നിന്നോട് ചോദിച്ചാൽ ഇത് നീ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇവിടെ വളരെ സുന്ദരമായ നിർവചനമാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യത്തെപ്പറ്റിയും തിന്മയെപ്പറ്റിയും പഠിപ്പിച്ചത്. ദാരിസുൽ അസീസ്, പ്രിയ പഠിതാവ്, നദ്റുസു ഫി ഹാദൽ ഹദീസ് അനിൽ ബിർറി വൽ ഇസ്മ്, ഈ ഹദീസിൽ നമ്മൾ പഠിച്ചത് പുണ്യത്തെയും പാപത്തെയും കുറിച്ചാണ്. വഹുന യുഅർരിഫു ഖാതമുർ റുസുൽ, അന്ത്യപ്രവാചകൻ ഇവിടെ നിർവചിച്ചു പറയുന്നു, ഹാദൈനിൽ മുസ്തലഹൈനി, ഈ രണ്ടു സാങ്കേതിക സംജ്ഞകളെ, അൽ ബിർറു വൽ ഇസ്മ്, പുണ്യം പാപം. ഫതഅരീഫുൽ ബിർറ്, പുണ്യമെന്നുള്ളതിൻ്റെ നിർവചനം, ഹുവ ഹുസ്നുൽ ഖുലുഖ്, സൽ സ്വഭാവം, വല്ലദി യത്മഅന്നു അൽ ഖൽബു ബിഫഇലിഹി, ആ പ്രവൃത്തി ചെയ്തപ്പോൾ അവിടെ ഹൃദയം സമാധാനമടയുന്നു. അമ്മ തഅരീഫുൽ ഇസ്മി, എന്നാൽ പാപം എന്നുള്ളതിൻ്റെ നിർവചനം, ഫഹുവ മഹാക ഫിൻ നഫ്സി, അത് മനസ്സിൽ മനസാക്ഷിക്കുത്തുണ്ടാക്കുന്നതാണ്. വല്ലദി യുസ്ഇജു നഫ്സക ബിഫഇലിഹി, അഥവാ നിൻ്റെ ആ പ്രവൃത്തി കൊണ്ട് നിൻ്റെ മനസ്സ് നിന്നെ അസ്വസ്ഥനാക്കും. വല്ലദി ലാ യർഗബു ഫാഇലുഹു അൻ യഅരിഫഹു അൽ-ആഖിർ, മറ്റുള്ളവരത് അറിയുന്നത് അത് ചെയ്തവൻ ആഗ്രഹിക്കുകയും ഇല്ല. ലാ യർഗബു, ആഗ്രഹിക്കില്ല, ഫാഇൽ ചെയ്തവൻ, അൻ യഅരിഫ, അറിയൽ, അൽ-ആഖിർ, മറ്റുള്ളവർ. വഹാദ തഅരീഫു ലിൽ ബിർരി വൽ ഇസ്മ്, ഇതാണ് പാപത്തിൻ്റെയും പുണ്യത്തിൻ്റെയും നിർവചനം. യുകർറിറുഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹദീസിൻ, പ്രവാചകൻ ഈ നിർവചനം മറ്റു ഹദീസിലും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഫി റിവായത്തി വാബിസ ഇബ്നു മഅബദ് റളിയല്ലാഹു അൻഹു, വാബിസ ഇബ്നു മഅബദ് റളിയല്ലാഹു അൻഹു റിവായത്തിലും, ഫസഅലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി അദ്ദേഹത്തോട് ചോദിച്ചു, ഹൽ അൻത ജിഅത ലിസ്സുആലി അനിൽ ബിർരി വൽ ഇസ്മ്, പുണ്യം പാപം എന്നതിനെക്കുറിച്ച് ചോദിച്ചു വന്ന വ്യക്തി നീയല്ലേ? ഫഖാല നഅം, അതെ. ഫഖാല ലഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇസ്അൽ അൻഹു ഖൽബക്, അത് നിൻ്റെ ഹൃദയത്തോട് മാത്രം ചോദിച്ചാൽ മതി. അൽ ബിർറു, പുണ്യമെന്ന് പറഞ്ഞാൽ മത്മഅന്നത് ഇലൈഹി നഫ്സു വത്മഅന്ന ഇലൈഹിൽ ഖൽബു, ഹൃദയവും മനസ്സും സമാധാനമടയുന്ന പ്രവൃത്തി. വൽ ഇസ്മു, പാപമെന്ന് പറഞ്ഞാൽ മഹാക ഫിൻ നഫ്സി, മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്നവ. വതുറദ്ദിദു ഫി സ്വദ്ർ, ഹൃദയത്തിൽ കടന്ന് കളിക്കുന്നവ, അതാണ് പാപമെന്നുള്ളത്. അവിടെ ക്വസ്റ്റ്യൻ, മാഹുവൽ ബിർറു മാഹുവൽ ഇസ്മു. അൽ ഹദീസു അസ്സാമിൻ, എട്ടാമത്തെ ഹദീസ്, ഖദാഉ ഹവായിജിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റൽ, ഖദാ നിറവേറ്റുക. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, വിശ്വാസം പറഞ്ഞു, മൻ നഫസ അൻ മുഅ്മിനിൻ കുർബതൻ മിൻ കുറബിദ് ദുനിയ നഫസല്ലാഹു അൻഹു കുർബതൻ മിൻ കുറബി യൗമിൽ ഖിയാമ. മൻ നഫസ, ആരെങ്കിലും നീക്കിക്കൊടുത്താൽ, ഒഴിവാക്കി കൊടുത്താൽ, അൻ മുഅ്മിനിൻ, ഒരു വിശ്വാസിയിൽ നിന്ന്, എന്ത്? കുർബത്തൻ, ഒരു പ്രയാസം, ബുദ്ധിമുട്ട്, മിൻ കുറബിദ് ദുനിയ, ദുന്യാവിലെ ബുദ്ധിമുട്ടിൽപ്പെട്ട, എന്നാൽ നഫസല്ലാഹു അൻഹു, അള്ളാഹു അവനിൽ നിന്നും നീക്കി കൊടുക്കും. നഫസിൻ്റെ കൂടെ അൻ വന്നിട്ടോ, നഫസല്ലാഹു അൻഹു, എന്ന് നീക്കി കൊടുക്കും? കുർബത്തൻ മിൻ കുറബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലൊരു പ്രയാസം അള്ളാഹു നീക്കി കൊടുക്കും. വമൻ യസ്സറ അലാ മുഅ്സിരിൻ,
പ്രയാസം അനുഭവിക്കുന്നവൻ ആരെങ്കിലും എളുപ്പമുണ്ടാക്കി കൊടുത്താൽ യസ്സർ അല്ലാഹു അലൈഹി, അള്ളാഹു അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. എവിടെ? ഫി ദുന്യ വൽ ആഖിറ. അത് പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് ദുന്യാവിലും ആഖിറത്തിലും അവന് എളുപ്പമുണ്ടാക്കി കൊടുക്കും. റസൂലുള്ളാഹി പറയാണ്, വമൻ സതറ മുസ്ലിമൻ, ആരെങ്കിലും ഒരു മുസ്ലിമിൻ്റെ ഒരു പോരായ്മയെ മറച്ചു വെച്ചാൽ സതറഹുല്ലാഹു ഫി ദുന്യ വൽ ആഖിറ, അള്ളാഹു അവൻ്റെ ന്യൂനതയും ദുന്യാവിലും പരലോകത്തും മറച്ചു വെക്കും. വല്ലാഹു, അള്ളാഹു ഉണ്ടല്ലോ, ഫി ഔനിൽ അബ്ദി, ഒരടിമയെ സഹായിക്കുന്നതിൽ, മാ കാനൽ അബ്ദു ഫി ഔനി അഖീഹി, അവൻ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം, ഒരടിമ തൻ്റെ സഹോദരനെ സഹായിക്കുന്ന കാലത്തോളം അള്ളാഹുവിനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. വമൻ സലക ത്വരീഖൻ, ആരെങ്കിലും ഒരു വഴിയിൽ പ്രവേശിച്ചു, യൽതമിസു ഫീഹി, ആ വഴിയിൽ അവൻ അന്വേഷിക്കുകയാണ്, അതിനുവേണ്ടിയാണ് പ്രവേശിച്ചത്. എന്തന്വേഷിക്കുന്നു? ഇൽമൻ, മതവിജ്ഞാനം. എന്നാൽ സഹൽ അള്ളാഹു എളുപ്പാക്കി കൊടുക്കും ലഹു, അവന് ബിഹി, അതിലൂടെ ത്വരീഖൻ, വഴി എളുപ്പാക്കും, ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള. വമജ്തമഅ ഖൗമുൻ, ഏതൊരു സമൂഹവും ഒരുമിച്ച് കൂടുന്നു, ഫി ബൈത്തിൻ മിൻ ബുയൂത്തില്ല, അള്ളാഹുവിൻ്റെ ഗേഹങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഗേഹത്തിൽ, ഏതെങ്കിലും പള്ളിയിൽ അങ്ങനെ ഒരുമിച്ച് കൂടുന്നില്ല. യത്ലൂന കിതാബല്ലാഹ്, അള്ളാഹിൻ്റെ ഗ്രന്ഥം അവർ പാരായണം ചെയ്യുന്നു. വയതദാറസൂനഹു ബൈനഹും, അവർക്കിടയിൽ അതിൻ്റെ ദർസ് നടത്തുന്നു. ആ ഖുർആൻ പാരായണം ചെയ്ത് അതിന് വിശദീകരണം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അങ്ങനത്തെ ഒരു കൂട്ടം ആളുകൾ പള്ളിയിൽ ഒരുമിച്ച് കൂടുന്നുണ്ട് എങ്കിൽ ഇല്ലാ നസലത് അലൈഹിം, അവരിൽ ഇറങ്ങാത്തതായിട്ടില്ല അസ്സക്കീന, ശാന്തത. വഗശിയത്തുഹും, അവരെ ആവരണം ചെയ്യും, അർറഹ്മ, കാരുണ്യം. വഹഫത്തുഹും, അവരെ വലയം ചെയ്യും, അൽ മലായിക, മലക്കുകൾ. വദക്കറഹുമുല്ലാ, അവരെപ്പറ്റി അള്ളാഹു പരാമർശിക്കും, ഫീമൻ ഇൻദഹു, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവരുടെ അടുക്കൽ. വമൻ ബത്തഅ ബിഹി അമലുഹു ലം യശ്റഅ ബിഹി നസബുഹു, ആരെങ്കിലും അവൻ്റെ പ്രവൃത്തിയിൽ സാവകാശം കാണിച്ചാൽ, സാവകാശം കാണിക്കുക, ലം യശ്റഅ ബിഹി നസബുഹു, അവൻ്റെ കുടുംബം അവനെ മതമാക്കി കൊടുക്കൂല എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബം കൊണ്ട് യാതൊരു ഗുണം ഉണ്ടാവില്ല, അമൽ ചെയ്തെങ്കിൽ മാത്രമേ ഗുണം ഉണ്ടാവുള്ളൂ. നതഅല്ലമു മിൻ ഹാദൽ ഹദീസിൽ അവാമിറ, ഇവിടെ കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. അല്ലത്തി, അങ്ങനത്തെ തുസാഇദ് ഐശൽ മുജ്തമഅൽ ബശരി, സാമൂഹിക ജീവിതത്തിന് സഹായകരമായ, ബിൽ ഇത്മിഇനാനി വസ്സലാമ വത്തആവുനി ബൈനഹും, സമാധാനത്തോടെ സുരക്ഷിതമായി പരസ്പരം സഹകരിച്ചുകൊണ്ട് മനുഷ്യ സാമൂഹിക ജീവിതത്തിന് സഹായകരമായ കാര്യങ്ങൾ. വല്ലത്തി, ആ കാര്യങ്ങൾ സതുസാഇദുൽ ഐശി, ജീവിക്കാൻ സഹായിക്കും, മഅസ്സലാം, സമാധാനത്തോടെ, ഫിൽ യൗമിൽ ആഖിറ, അന്ത്യദിനത്തിലും. വഹിയ, അതേതൊക്കെയാണ്? മൻ, ആരെങ്കിലും അസാല, നീക്കിക്കൊടുത്താൽ, അനിൽ മുഅ്മിനി, ഒരു വിശ്വാസിയിൽ നിന്ന്, ഖുർബത്തൻ മിനൽ ഖുറബി, എന്തെങ്കിലും ഒരു പ്രയാസം, ഫി ഹാദിഹിൽ ഹയാത്തി ദുന്യ, ഈ ദുന്യാവിലുള്ള, അസാലല്ലാഹു അൻഹു ഖുർബത്തൻ ഫി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവൻ്റെ പ്രയാസം അള്ളാഹു നീക്കിക്കൊടുക്കും. വമൻ യസ്സറ സുഉബാത്തി, ആരെങ്കിലും വല്ല പ്രയാസങ്ങളെയും എളുപ്പാക്കി കൊടുത്താൽ, വൽ അസീറാത്തി, പ്രയാസം, സുഉബാത്ത് ബുദ്ധിമുട്ട്, അസീറാത്ത് പ്രയാസങ്ങൾ. ആരിൽ നിന്ന്? അനിൽ മുഅ്മിനി, വിശ്വാസിയിൽ നിന്ന്, ഫി ഹാദിഹി ദുന്യ, ഈ ദുന്യാവിലുള്ള, സഹലല്ലാഹു ലഹു, അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും, ഉമൂറഹു, അവൻ്റെ കാര്യവും, ഫിൽ ഹയാത്തി ദുന്യ വൽ ആഖിറ, ദുന്യാവിലും പരലോകത്തും. വമൻ സതറ അൻ മുസ്ലിമിൻ അസ്റാറഹു, ഏതെങ്കിലും ഒരാൾ തന്നെ ഒരു മുസ്ലിമിൻ്റെ രഹസ്യങ്ങളെ മറച്ചു വച്ചാൽ, വ ഉയൂബഹു, അവൻ്റെ ന്യൂനതകളെയും, സതറല്ലാഹു ഉയൂബഹു, അള്ളാഹു അവൻ്റെ ന്യൂനതയും മറച്ചു വെക്കും, വ അസ്റാറഹു, അവൻ്റെ രഹസ്യങ്ങളും, ഫി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ. യകൂനുല്ലാഹു ഫി മുസാഅത്തിൽ അബ്ദി, അള്ളാഹു ഒരു അടിമയെ സഹായിച്ചു കൊണ്ടേയിരിക്കും. കുല്ലമാ യകൂനുൽ അബ്ദു ഫി മുസാഅത്തി അഖീഹി, ആ അടിമ അവൻ്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം, അടിമ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദാസൻ. വയുസഹിലുല്ലാഹു ത്വരീഖ, അള്ളാഹു വഴി എളുപ്പമാക്കും, ഇലൽ ജന്ന, സ്വർഗത്തിലേക്കുള്ള. ലികുല്ലി മൻ സലക ത്വരീഖൻ, ആരൊക്കെ വഴിയിൽ പ്രവേശിക്കുന്നുവോ അവർക്കൊക്കെ, ഫി ത്വലബിൽ ഇൽമ്, ഇൽമ് പഠിക്കുന്ന വഴിയിൽ, അഥവാ മതവിജ്ഞാനം കരസ്ഥമാക്കുന്ന വഴിയിൽ പ്രവേശിക്കുന്നവർക്ക്, അതായത് അന്നല്ലാഹു യുഖദ്ദിമു ലഹു തൗഫീഖ, അള്ളാഹു എല്ലാവിധ സൗഭാഗ്യവും അവൻ നൽകും, ലിൽ അഅ്മാലി സ്വാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിക്കുവാനുള്ള, അല്ലതി തുഅദ്ദിഹിൽ ജന്ന, പിന്നീട് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന. വഹാദിഹി തദുല്ലു, ഇതറിയിക്കുന്നു, അല അഹമ്മിയത്തിൽ ഇൽമി ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ മതവിജ്ഞാനം പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ. വയശീറു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഐദൻ, അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചന കൊടുക്കുന്നു, ഇല അഹമ്മിയത്തി ദിറാസത്തിൽ ഖുർആനി വൽ ഉലൂമി ദീനിയ ഫി മസാജിദില്ലാ, അള്ളാഹിൻ്റെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് മതവിജ്ഞാനങ്ങളും ഖുർആനും പഠിക്കുന്നതിൻ്റെ പ്രാധാന്യത്തിലേക്കും. ഫയുൻസിലുല്ലാഹു അലല്ലദീന യതദാറസൂനൽ ഖുർആന ഫിൽ മസാജിദി, പള്ളിയിലിരുന്ന് ഖുർആൻ ഓതി പഠിക്കുന്ന ആളുകൾക്ക് അല്ലാഹു ഇറക്കും അസ്സക്കീന, സമാധാനം. വതഹുഫുഹുൽ മലായിക, മലക്കുകൾ അവരെ പൊതിയും. വതഗ്ശീഹിം അർറഹ്മ, റഹ്മത്തുള്ള, അള്ളാഹിൻ്റെ കാരുണ്യം അവരെ ആവരണം ചെയ്യും. വയദ്കുറുല്ലാഹു അൻഹും ഇൻദൽ മലായിക, അള്ളാഹു അവരെക്കുറിച്ച് അള്ളാഹിൻ്റെ അടുക്കൽ വെച്ച് പറയും. വമനല്ലദീ യബ്തഉ ഫീ അഅമാലിഹി, അമലുകളിൽ ആരൊക്കെ സാവകാശം കാണിക്കുന്നുവോ, ലാ ഫായിദത ലഹു, അവനൊരു ഗുണവുമില്ല, ബിഹസബിഹി വനസബിഹി, അവൻ്റെ തറവാടും കുടുംബവും പറഞ്ഞുകൊണ്ട്.
മാ സവാബുല്ലദീ നഫ്ഫസ കുർബത മുഅ്മിനിൻ ഫിൽ ഹയാത്തി ദുനിയ, ദുന്യാവിൽ നിന്ന് ഒരു വിശ്വാസിയുടെ പ്രയാസം നീക്കുന്നതിൻ്റെ പ്രതിഫലം എന്താണ്? മാ സവാബുല്ലദീ സഹല ഉമൂറ ദുനിയ ലിൽ മുഅ്മിൻ, വിശ്വാസിയുടെ ദുന്യാവിൻ്റെ കാര്യം എളുപ്പമാക്കിയാൽ പ്രതിഫലം എന്താണ്? മാ സവാബുല്ലദീ സതറ അസ്റാർ അൽ മുഅ്മിൻ ഫിൽ ഹയാത്തി ദുനിയ, ദുന്യാവിൽ ഒരു വിശ്വാസിയുടെ രഹസ്യങ്ങൾ മറച്ചു വച്ചാൽ പ്രതിഫലം എന്താണ്? മതാ യകൂനുല്ലാഹു ഫി ഔനിൽ അബ്ദി, എപ്പോഴാണ് ഒരു അടിമയെ അള്ളാഹു സഹായിക്കുക? യുസഹിലുല്ലാഹു ത്വരീഖൽ ജന്ന, ആർക്കാണ് അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുക? മാ സവാബു ശുഗ്ൽ ബി തദാറുസിൽ ഖുർആൻ, ഖുർആൻ പഠിക്കുന്നതിൽ മുഴുകുന്നവർക്കുള്ള പ്രതിഫലം എന്താണ്? അപ്പോൾ ഇതോടുകൂടെ യൂണിറ്റ് അവസാനിക്കുകയാണ്. ഇനി അതിൻ്റെ പഠിച്ച കാര്യങ്ങൾ സിത്തത്തു കുതുബിൻ മഷ്ഹൂറ ഫിൽ ഹദീസ്, 6 ഗ്രന്ഥങ്ങൾ ഹദീസിൽ പ്രസിദ്ധമാണ്. സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹു മുസ്ലിം, സുനനുൻ നസാഇ, സുനനു തിർമിദി, സുനൻ ഇബ്നു മാജ, സുനൻ അബീ ദാവൂദ്. അർക്കാനുൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ സ്തംഭങ്ങൾ 1 കലിമതൈ അഷ്ഷഹാദ, സത്യസാക്ഷ്യ വാക്യങ്ങൾ 2 വാക്യങ്ങളും, ഇഖാമത്തു സ്വലാഹ്, നിസ്കാരം നിലനിർത്തൽ, ഈതാഉ സകാത്ത്, സകാത്ത് കൊടുക്കൽ, സൗമു റമളാൻ, നോമ്പ് റമളാനിൽ നിർവഹിക്കൽ, ഹജ്ജുൽ ബൈത്ത്, കഅബയിലെടുക്കൽ, ഹജ്ജ് ചെയ്യൽ. അർക്കാനുൽ ഈമാൻ, ഈമാൻ കാര്യങ്ങൾ 6 ഈമാൻ്റെ സ്തംഭങ്ങൾ. അൽ ഈമാനു ബില്ലാഹ് വൽ അൽ ഈമാനു ബിമലായികതിഹി, ഒന്ന് അല്ലാഹുവിൽ വിശ്വസിക്കൽ, ഒന്ന് അല്ലാഹുവിൻ്റെ മലക്കിൽ വിശ്വസിക്കൽ. അൽ ഈമാനു ബിറുസുലിഹി, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ വിശ്വസിക്കൽ. അൽ ഈമാനു ബി കുതുബിഹി, അള്ളാഹുവിൻ്റെ വേദഗ്രന്ഥത്തിൽ വിശ്വസിക്കൽ. അൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ വിശ്വസിക്കൽ. അൽ ഈമാനു ബിൽ ഖദ്രി ഖൈരിഹി വ ശർരിഹി മിനല്ലാഹ്, നന്മയും തിന്മയും അള്ളാഹുവിൽ നിന്നാണ് എന്ന ഖദറിൽ വിശ്വസിക്കൽ. പിന്നെ പഠിച്ചത് അൽ ഇഹ്സാൻ, ഇഹ്സാൻ എന്തെന്ന് പഠിച്ചു. അതാൻ തഅബുദുല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. അദ്ദീനു അന്നസീഹ, മതം ഗുണകാംക്ഷയാണെന്ന് പഠിച്ചു. കുലൂ മിനത് ത്വയ്യിബാതി, വിശിഷ്ടമായത് കഴിക്കുക. വഅമലു സ്വാലിഹ, സൽപ്രവൃത്തി ചെയ്യുക. തർക്കു മാ ലാ യഅനീഹ്, ആവശ്യമില്ലാത്തത് കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. നുഹിബ്ബു ലിൽ ആഖിരീന മാ നുഹിബ്ബു ലി അൻഫുസിനാ, സ്വന്തത്തിന് ഇഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുക. ഫൽയുക്രിം ദൈഫഹു വലാ യുഅ്ദി ജാറഹു, അതിഥിയെ ആദരിക്കുക, അയൽക്കാരനെ ഉപദ്രവിക്കരുത്. അൽ ബിർറു ഹുസ്നുൽ ഖുലുഖ്, നന്മ അത് സൽ സ്വഭാവമാണ്. വൽ ഇസ്മു മാ ഹാക ഫിൻ നഫ്സ്, തിന്മ അത് മനസാക്ഷിക്കുത്തുണ്ടാക്കുന്നതാണ്. തൻഫീസു ഖുറബിൽ ആഖിരീൻ, മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കൽ. ഇനി അവിടെ ക്വസ്റ്റ്യൻസ് ആണ്. മാ ഹിയ സ്വിഹാഹു സിത്ത, അസ്വിഹാഹു സിത്ത എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, എന്താണ്? മനിസാഇൽ, ആരാണ് ചോദിച്ചത്? അല്ലദീ സഅല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമി വൽ ഈമാനി വൽ ഇഹ്സാൻ, ഇസ്ലാമിനെ കുറിച്ച് ഈമാനെക്കുറിച്ച് ഇഹ്സാനെ കുറിച്ച് നബിയോട് ചോദിച്ചത് ആരാണ്? കൈഫ അജാബ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ലിസുആലി സാഇലി മതസ്സഅ, സാഅത്ത് അസ്സഅ, അന്ത്യദിനം എപ്പോഴാണെന്ന് ചോദിച്ച ചോദ്യകർത്താവിന് എന്തായിരുന്നു നബിൻ്റെ മറുപടി? മാഹുവൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ? മാദാ യജിബു അലാ മൻ യുരീദു അൻ യകൂന മുഅ്മിനൻ കാമില, ഒരു സമ്പൂർണ്ണ മുസ്ലിം ആയിത്തീരാൻ ഉദ്ദേശിക്കുന്നവൻ നിർബന്ധമായി നിർവഹിക്കേണ്ട കാര്യം എന്താണ്? മാഹിയ മുതതല്ലബാത്തു ഇസ്തിജാബത്തി ദഅവത്തി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ദഅവത്ത് പ്രാർത്ഥന അത് സ്വീകരിക്കുവാൻ അനിവാര്യമായ കാര്യം എന്താണ്? മാഹിയ സലാസു ഖിസാലിൻ ലാ ബുദ്ദ അൻ യതഹല്ലാ ബിഹൽ മുസ്ലിം, ഒരു മുസ്ലിം നിർബന്ധമായും ഉൾക്കൊള്ളേണ്ട സ്വീകരിക്കേണ്ട 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അർരിഫ് അൽ ബിർറ വൽ ഇസ്മ, എന്താണ് പുണ്യം, എന്താണ് തിന്മ, അതിനെ നിർവചിക്കുക. മാ സവാബു മൻ നഫസ കുർബത്തൻ മിൻ കുർബത്തൻ മുഅ്മിനിൻ ഫിൽ ഹയാത്തി ദുനിയ, ഈ ദുന്യവി ജീവിതത്തിൽ ഒരു മുഅ്മിനിൻ്റെ കുർബത്ത്, ഒരു പ്രയാസം അത് നീക്കി കൊടുക്കുന്നതിനുള്ള പ്രതിഫലം എന്താണ്? ലിമൻ യുസഹിലുല്ലാഹു ത്വരീഖൽ ജന്ന, ആർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കുന്നത്? ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ, ആൻസറുകൾ അവിടെയുണ്ട്. അത് നമ്മൾ നോക്കിയിട്ട് പഠിക്കുക. ഇതോടുകൂടെ ബ്ലോക്ക് 2 ഇവിടെ അവസാനിക്കുന്നു. ഇൻഷാ അള്ളാഹ് കൂടുതൽ നന്നായി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.